ഇന്നധികം തിരക്കൊന്നുമില്ലെന്നാ തോന്നുന്നത്. വെള്ളക്കുതിര വെള്ളക്കുതിര ഇടിക്കും ഇടിക്കും ഇടിക്കും. ഇക്രോടെ പോയി ഇക്രു. എടാ നീ മര്യാദയ്ക്ക് വരുന്നോ അതോ വീക്ക് ഓടിക്കുന്നോ? മര്യാദയ്ക്ക് വരുന്നു. அது நீ என்னடா சோம்பேறி? ഈ ഇക്രോടെ പോയി കൊരങ്ങൻ. മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. ഇടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും? എന്തിനാ? അല്ല, വല്ല ചുളുവലയ്ക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ. ഡാനിക്ക് എന്തിനാ മാർത്താണ്ഡവർമ്മയുടെ കിരീടം? ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ, ഒരു സ്റ്റൈലിന്. നല്ല രസമായിരിക്കും അല്ലേ? Excuse me, young gentleman. Yes, gentleman. What is this? This is Martandavarma's crown. Who is he? Sorry, I don't know, sir. This fellow knows everything. What is your name? എന്റെ പേരെന്താ ചോദിച്ചു? മനസ്സിലായി, ഡാനി. Oh, Danny. Very nice to meet you. He belongs to Martandavarma's family. Oh, really? You from royal family? Yes, yes. Oh, royal blood. എന്തോ? Who is this Martandavarma? Martandavarma. He's a king. He's a king? No. Past tense വരുമ്പോ was a king. Yeah. Which was his kingdom? Kingdom? Yeah. ഇതാണ് kingdom. This kingdom? You useless fellow.
ഓം റീം ഓം. എവിടെ? ഗവാ. Once more, uncle. You want once more? Om Reem Dalam Blam. എവിടെ പോയി? Once more, uncle. Please. Once more. Uncle, uncle, No. uncle, please, uncle. No. Once more, uncle. No. Uncle, uncle, No. uncle, please, No. uncle. Once more, uncle. മോന്റെ പേരെന്താ? ഇക്രു. ഇക്രു. നൈസ് നെയിം. അങ്കിളുടെ പേരെന്താ? മാജിക് അങ്കിൾ. മാജിക് അങ്കിളോ? ആ. എടാ അയ്യോ, ഇവിടെ വാടാ. ലോതറ്. വാടാ ഇവിടെ. ഹലോ ലോദർ. വരാനാ പറഞ്ഞത്. എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് അടിച്ചു. എന്ത് പറ്റിടാ? ബ്രേക്ക് അടിക്കുന്നു. ആ നീ കടിയൊക്കെ മാറ്റിട്ട് അങ്ങ് വന്നാ മതി. ഓടറാ ഓടറാ. കാലം പോയി. Go. കരയല്ല, കരയല്ല. കരയണ്ട, കരയണ്ട. ദാ. നിക്കടാ. അവിടെ, അവിടെ നിക്കാൻ. അയ്യോ എടാ കുരുത്തം കെട്ടവനെ, എന്തോ ഈ സൈക്കിളൊക്കെ അറ്റം കുറയ്ക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പലതവണ പറഞ്ഞിട്ടുണ്ട്. അയ്യോ നീ ഇനി പറഞ്ഞ അനുസരിക്കാവോ? ഒന്ന് വിടമ്മച്ചി. വിടത്തില്ല നിന്നെ ഞാൻ. എടാ കുരുത്തം കെട്ടവനെ, ഇങ്ങനെ ഉണ്ടോ ഒരു അണിസത്യ പ്രസംഗം? ഓ എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ എടി മേരി, എന്നെ ഒന്ന് അവനെ വിടാൻ പറ വിടാൻ. മുത്തശ്ശ. എടി അവനെ വിടാൻ. ആ അടിച്ചു തന്നെ ഞാൻ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി. ശംഖുവിന്റെ സൈക്കിളാ ഇക്രു കേറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിൽ നിന്ന് തല്ലി അലിച്ച് വീഴുന്നിടയ്ക്ക് ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം. എടാ നീ ഇനിയും ഞാൻ മേടിക്കും. മുത്തശ്ശനോടല്ലേ പറഞ്ഞത്. അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. ആ നിങ്ങളുടെയൊക്കെ മട്ടും മാതിരിയും കണ്ട കിരീടം മുട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? കളിക്കാൻ. വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണു. വീട്ടിൽ പോടാ.
പെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം, അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞാൽ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം.